ഇന്ന് ലോക ആന ദിനത്തിൽ തത്സമയം റിപ്പോർട്ടറിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ഗജരാജ കില്ലാടിയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ നീലഗിരി താഴ്വാരത്തുള്ള ഒരു VIP ആണ് പരിചയപ്പെടുത്തുന്നത്. നാട്ടുകാരുടെ എല്ലാം ആരാധനാപാത്രമായ പുള്ളിക്കാരൻ വെറും ഒരു VIP മാത്രമല്ല, VVIP തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഈ രാത്രിയിലുള്ളത് കോയമ്പത്തൂരിനടുത്ത് മേട്ടുപ്പാളയം ഊട്ടി റോഡിലാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇവിടെ ഒരു VIP റോഡ് ക്രോസ് ചെയ്തു இன்னைக்கு லேட் இன்னும் வரல, இங்கே வந்துட்டு இருக்குதாம்மா. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയൊക്കെ പോകുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യില്ല, അതേപോലെ ആ VIP വേണ്ടി ഇവിടെയും റോഡ് ബ്ലോക്ക് ചെയ്യും. இது ஸ்பெஷல் VIP. ஆமாம் விஐபி. ആരാണ് ആ VIP എന്നറിയണ്ടേ? സാക്ഷാൽ ബാഹുബലി. தம்பி லைட் எடு, இங்கே இந்த மூலையில் போடு. வரு சொல்ல முடியாது, வரு. വന്നാച്ച് ഇവിടെ വന്നിട്ടുണ്ട് ബാഹുബലി. എന്താ ആ ഇവിടെ ഇവിടെ ആ നിൽക്കുന്നതാണ്. ആ അതാ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. നമ്മളൊന്ന് മാറിക്കൊടുക്കാം അല്ലേ? ഒരു പ്രശ്നവുമില്ല, നോ ഇഷ്യൂസ്. ബാഹുബലി കൊമ്പ് ഭയങ്കര വലുതാ. ஒரு கொம்பு கீழே சாஞ்ச மாதிரி இருக்கும், ஒரு கொம்பு லென்த்தாக இருக்கு. வாழைக்காடு மாந்தோப்பு எல்லாம் வெடி வரை சுற்றிட்டு இருக்கு. ஆனால் இது வரைக்கும் யாரையுமே ஆளை அடித்ததில்லை. டெய்லி பாகுபலி இதில் வருமா? ஆமாம் வரும். நைட்டில் 7:30 மணிக்கு வரும், காலையில் மறுபடியும் 4 மணிக்கு வரும். இங்கே இதுக்குள்ளே தான் இருக்கும். பிக் சைஸ், பெரிய சைஸாக இருக்கிறனால அதனால் கொம்பு நல்லா பெரிய கொம்பு, அதனால் அது பாகுபலி பார்த்தா நடந்து வந்தால் ரோடு பார்த்தீங்களா 7:30க்கு ரோடு கிராஸ் ஆகி ரோடு எல்லாம் பிளாக் பண்ணி ரோட்டை இதை தாட்டி விட்டு இது யானைக்கு எந்த பாதிப்பாகாமல் ஏதாவது பென்சிங் லோ லைன் இருக்கா, ஏதாவது பிரச்சனைனா டக்குன்னு EPக்காரை ஃபோன் பண்ணி EPக்காரை வந்து லைன் ஆஃப் பண்ணிடுவாங்க. എനിക്ക് പിന്നിൽ കാണുന്നത് നീലഗിരി മലനിരകളാണ്. ഈ മലനിരകളുടെ താഴ്ഭാഗത്തുള്ള വനമേഖലയിൽ നിന്നാണ് ബാഹുബലി ഈ വഴിയിലൂടെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ബാഹുബലി കടന്നു പോകുന്ന ഈ വഴിയുടെ ഈ സൈഡിൽ തന്നെയാണ് പാലക്കാടുകാരായ അപ്പു രാധ ദമ്പതികളുടെ വീടും ഉള്ളത്. എല്ലാ ദിവസവും ഈ ദമ്പതികൾ ബാഹുബലിയെ കാണും. ഞങ്ങൾ എവിടെയല്ല കിടക്കണത്, ഇതാ വെളിയിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് വരുമ്പോൾ വലിച്ചു നോക്കിയാൽ ആനത്തെ പോകുന്നത് കാണാം. പക്ഷെ ആള് സാധുവാണ്. ആള് നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ മാത്രമേ അവൻ എതിർക്കുള്ളൂ. ബാഹുബലി ഇന്നേ വരയ്ക്ക് ആരെയും ഉപദ്രവിച്ചിട്ടില്ല. മിച്ചുള്ള ആനകളൊക്കെ ഉപദ്രവിക്കും. അതൊക്കെ എതിർത്ത് മുടുക്കുക അതിന് ഇത് ചെയ്യുന്ന സമയത്ത് പൂവ് വരുമൊക്കെ ചെയ്യും. വൻകിട തോട്ടമുടമകളുടെ സ്വാധീനത്താൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന ബാഹുബലിയെ പിടിച്ച് റേഡിയോ കോളറിടാൻ വനംവകുപ്പ് 4 വർഷം മുമ്പ് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ നീക്കം മുൻകൂട്ടി അറിഞ്ഞതുപോലെ ബാഹുബലി 1 മാസത്തോളം ഈ വനമേഖലയിൽ നിന്ന് മുങ്ങി. പിന്നീട് ആ നീക്കം വനംവകുപ്പ് ഉപേക്ഷിക്കുകയായിരുന്നു. இந்த மேட்டுப்பாளையத்துடைய வனத்துடைய ராஜா கம்பீரமாயிட்டு யானை. இவ்வளோ யானைகள் நிறைய உண்டு. அது பாகுபலி தான் லீடர். வனவிலங்குகளை படுகொலை செய்யக்கூடிய நபர்கள், அவர்களுக்கு இது பாகுபலி தொல்லையாக இருக்குது. இந்த காடு
வளர்ந்துட்டே இருக்குது. அதுக்கு பாகுபலி வந்து முக்கியமாக இருக்குது. அப்போ அதை அழிக்கணும், பாகுபலியை கொல்லணும், அதை கொண்டுடக்கூடாது அப்படின்ற நம்ம தமிழ்நாடு சிஎம்கிட்ட வந்து பெட்டிஷன் கொடுத்தோம். இப்போ வந்து பாகுபலி சேஃப் பண்ணியிருக்காங்க. கோவை டிஸ்ட்ரிக்ட் ஃபாரஸ்ட் வந்து சேஃப் விடுங்க, കൺകാണിக்கிறாங்க. എല്ലാ ദിവസവും ഈ പ്രോസസ് ഉണ്ട്. വൈകിട്ട് ഇങ്ങനെ പോവും, രാവിലെ തിരിച്ചു പോവും. അപ്പോൾ എല്ലാ റോഡും ബ്ലോക്ക് ചെയ്ത് ഈ ട്രെയിന് പോകുമ്പോൾ നമ്മൾ ലെവൽ ക്രോസ് അടയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചിട്ട് ട്രെയിൻ കടന്നു പോകുന്ന പോലെ എല്ലാ സംവിധാനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ ഈ സാഹചര്യത്തിൽ, ആനകളുടേത് മാത്രമായ ഈ ദിവസത്തിൽ ബാഹുബലിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. ക്യാമറാമാൻ ബിനു തോമസിനും ഉനൈസിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്. ബാഹുബലിയെ ക്യാമറയിൽ പകർത്തിയ ബിനു തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനു, ആ റോഡ് ബ്ലോക്ക് ചെയ്ത് നിർത്തി ബാഹുബലി നടന്നു വരുന്ന ഒരു സീൻ ശരിക്കും മാസ് എൻട്രി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? ബാഹുബലിയുടെ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ എന്താണ് തോന്നിയത്? ബിജു പങ്കജും ഞാനും ഞങ്ങളുടെ ക്രൂ മേട്ടുപ്പാളയത്ത് കണ്ട ബാഹുബലി എന്ന ആന, അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ 1-2 വാക്കുകളിൽ പറയാനാണെങ്കിൽ ബ്രഹ്മാണ്ഡം, മാസ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല അസ്സൽ കൊമ്പൻ. നമ്മൾ കണ്ടിരുന്നാൽ നമ്മൾ ഭയങ്കര അഡിക്റ്റായി പോകും. ഞങ്ങളവിടെ ചെല്ലുന്ന ഒരു 6:30 മണി ആ സമയത്താണ്. ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ആ ഏരിയയിൽ മുഴുവനും ഒരു പരപരപ്പ് തുടങ്ങും. അതായത് ഒരു സൈഡിൽ ഫോറസ്റ്റ് വണ്ടികൾ, ഗാർഡ്സ് വന്ന് നിൽക്കാൻ തുടങ്ങും. ആന ക്രോസ് ചെയ്യുന്ന നമ്മൾ കണ്ട ആ വഴിക്ക് ചുറ്റും കുറേ ഹോട്ടൽസൊക്കെ ഉണ്ട്. അതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ കയറി ഇരിക്കാൻ തുടങ്ങും. അവിടുത്തെ വീട്ടുകാരൊക്കെ ഇറങ്ങി പുറത്ത് നിൽക്കും. കാരണം അവർ ഡെയിലി കാണുന്നതാണ് ഈ ആന അതിലെ ക്രോസ് ചെയ്ത് പോകുന്നത്. പക്ഷേ ആ മാസ് എൻട്രി അത് അവരൊരു ദിവസവും മിസ്സാക്കാറില്ല. കാരണം അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം ആ മേട്ടുപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ബാഹുബലി. അപ്പം ഞങ്ങൾ കണ്ടത്, ഞങ്ങളവിടെ 1-2 ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ദിവസം ഞങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് ഈ കാഴ്ചകൾ ഫോണിൽ പകർത്തുകയും അവർ വളരെ ഹാപ്പിയാണ് ഈ ആനയെ കാണുമ്പോൾ. അത്രയ്ക്കും ഒരു കരുതൽ ഈ ബാഹുബലിയോട് ആ നാട്ടുകാർക്കുണ്ട്, ബാഹുബലിക്ക് തിരിച്ചും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫോറസ്റ്റ് ഒഫീഷ്യൽസ്, ഞങ്ങൾ കണ്ട കാഴ്ചയിൽ ഫോറസ്റ്റ് ഒഫീഷ്യൽസ് ഈ ആനയ്ക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, ഒരു കെയറും ഉണ്ട്. അത് ഭയങ്കരമാണ്. അത്ര കൂളായിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു കോൺഫിഡൻസ് ആനയ്ക്ക് വരുന്നത് എനിക്ക് തോന്നുന്നത് വേറെ ശല്യങ്ങൾ അവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് വളരെ കൂളായിട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. ഭക്ഷണം, ചക്കയോ അല്ലെങ്കിൽ മാങ്ങയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് കാട്ടിലേക്ക് പോകുന്നു. സോ ഈ പ്രോസസ്സ് ഡെയിലി നടക്കുന്നുണ്ട്. ഒരുപാട് കാട്ടാനകളെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും അടുത്ത് നിന്ന് ചിത്രീകരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ആ ഫോറസ്റ്റ് ഗാർഡ്സ് തന്നെ നമുക്ക് തന്ന ഒരു ധൈര്യമുണ്ട്. ആന ഒന്നും ചെയ്യില്ല, ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വേൾഡ് എലിഫൻറ്റ് ഡേയിൽ ബാഹുബലിയുടെ അത്രയും മനോഹരമായ ദൃശ്യങ്ങൾ, മാസ് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചത്. ശരി ബിനു, അങ്ങനെ നീലഗിരി താഴ്വാരത്തെ VIP ആയ ബാഹുബലിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ പകർത്തിയ ബിനു തോമസ് ആണ് നമ്മളോട് സംസാരിച്ചത്.